2006 മോഡൽ സ്വിഫ്റ്റ് VX 1,15,000 രൂപ. ആഫ്റ്റർ മാർക്കറ്റ് LIS ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. അതെ, 1.2 ലിറ്റർ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിന്റെ അകത്ത് നമുക്ക് ഏകദേശം 15ന്റെ താഴെയായിട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും. 15 റേഞ്ചിലായിട്ട് പഴയ ഷേപ്പ് അതിനെ കൊണ്ട് വലിയൊരു മൈലേജ് ഉണ്ടാവില്ല, ബോഡി വെയിറ്റ് കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്പോയിലറും ചെയ്തിട്ട് 1.15 റേറ്റ് പറഞ്ഞത് ഫൈനൽ വിലയാണ്. 19 പോളോ നമുക്ക് വില കുറച്ച് കൊടുത്തേക്കാം. ഓക്കെ, 19 മോഡൽ പോളോ. 18 അല്ലേ? 19 മോഡൽ നോർമൽ 1 ലിറ്റർ പോളോ ട്രെൻഡ് ലൈൻ ആണ്. ഫുള്ളോ. കിലോമീറ്റർ എത്രയാ? 60 കിലോമീറ്റർ 67,000 അല്ല 77,000 കിലോമീറ്റർ. അതെ, ലേറ്റസ്റ്റ് ബേസ് ലിഫ്റ്റഡ് വേർഷൻ ആണ്. ട്രെൻഡ് ലൈൻ എന്നുള്ള ബേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എങ്കിൽ കൂടെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് 4,20,000 രൂപ ഫുള്ളോ. 4,20,000 രൂപ ഫുള്ളോ. 2019 പോളോനാ? അതെ, 19 പിന്നീട് 19 പോളോ ആണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ പീസ് ആണ്. എടുക്കുന്ന ആൾക്ക് വിശ്വസിച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതെ, മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ടോ? കുറച്ച് കൊടുക്കാം. ഓക്കെ, അല്ല വേണമെങ്കിൽ മഹീന്ദ്രയുടെ വാറന്റിയും ചെയ്യാൻ പറ്റും. പിന്നെന്താ? ഓക്കെ, വേണമെങ്കിൽ മഹീന്ദ്രയുടെ വാറന്റിയും ചെയ്യാൻ പറ്റും. പിന്നെന്താ? ഓക്കെ, നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള പോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള അനസ്കാട് ഓട്ടോബോട്ടിലുള്ള കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളും കുറച്ച് വാറണ്ടി കിട്ടുന്ന വണ്ടികളും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള അത്യാവശ്യം വില കുറവും അത്യാവശ്യം മാർക്കറ്റ് വിലയിൽ തന്നെ നമുക്ക് വാറണ്ടി കിട്ടുന്ന വണ്ടികളും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. വീഡിയോ അതിനാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആകുന്നേരം ഒരു കാറ് ഗിവ് അവേ കൊടുക്കുന്നുണ്ടാവും. അതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് വീഡിയോ. നമ്മൾ വില കുറച്ചിട്ട് കൊടുക്കാമല്ലോ. നമ്മൾ ഡീസൽ സ്വിഫ്റ്റ് ഏതെങ്കിലും ഉണ്ടോ? ഡീസൽ സ്വിഫ്റ്റിലല്ലോ, വരുക പോവുക. ഓക്കെ, അവിടെ ഒരു ഡിസയർ കാണുന്നുണ്ട്. ഡിസയർ കൊടുത്തതാണ്. ഈ ഒരു ഡിസയറോ? 2011 മോഡൽ ഡിസയർ VXI അലോയ് വീലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 2011 ഡിസയർ ആഫ്റ്റർ മാർക്കറ്റ് നിയോന്റെ എല്ലാ വീൽസ് ചെയ്തിട്ടുണ്ട്. 1,70,000 രൂപയ്ക്ക് പെട്രോൾ വണ്ടി. ഓക്കെ, ഇത് LSI ആണോ? ZSI ബാഡ്ജിങ് കാണുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ മാർക്കറ്റ് ആണ് സ്റ്റീരിയോ ഉള്ളത്. അലോയ് വീലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, 4 ഡോർ പവർ വിൻഡോസ് ആഫ്റ്റർ മാർക്കറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ടൂർ ഒന്നല്ലല്ലോ? അല്ലല്ലോ, പെട്രോളാ. അല്ല, ടൂർ എന്നുള്ളൊരു ഡീസൽ അല്ലേ വന്ന, ടാക്സിയിൽ വന്ന വണ്ടിയല്ലേ. പെട്രോൾ ഇല്ലല്ലോ? ഇല്ല. 4 ഡോർ പവർ വിൻഡോസ് മൊത്തം പവർ വിൻഡോസ് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ വരുന്നുണ്ട്. 90,000 കിലോമീറ്റർ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. 1,70,000 രൂപ കൊടുക്കാം. അത്യാവശ്യം നല്ല റേറ്റ് ആണ്. എടുക്കുന്ന വർക്ക് എന്തെങ്കിലും ഉണ്ടോ? വർക്കൊന്നുമില്ല, ഒരു പഴയ വണ്ടി എടുത്താലുള്ള പീരിയഡിക്കൽ സർവീസ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നോമ്പാണ്, മനസ്സിലായി, ക്ഷീണുണ്ട്. പക്ഷെ ജസ്റ്റ് ഒറ്റ പറച്ചില് 2012 മോഡൽ ബ്രയോ ആണ്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടി. 2,60,000 രൂപ. 2,60,000 രൂപ. S എന്നുള്ള വേരിയന്റ് ആണ്. എയർ ബാഗ് ഒന്നും വരുന്നില്ല അന്നത്തെ ടൈമിൽ. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് തന്നെ ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. iVTEC എഞ്ചിനാണ്. 1.2 ലിറ്ററിൽ 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. റേറ്റ് പത്രയിലേക്ക് കുറച്ചിട്ടുള്ള 2,60,000 രൂപ. 2,60,000 രൂപയ്ക്ക് 2012 അല്ല 13 മോഡൽ ബ്രയോ കിട്ടുന്നുണ്ടാവും. SMT. അത് ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റൂലേ? ചെയ്യാം. 16 മോഡൽ ഈക്കോ. 2.5 ലക്ഷം രൂപയ്ക്ക് AC ഈക്കോ. ഓക്കെ, 55,000 കിലോമീറ്റർ ഓടി. അതെ, 2.5 ലക്ഷം രൂപ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. അതെ. പിന്നെ റേറ്റ് എത്ര ചോദിക്കുന്നത്? 2.5 ലക്ഷം രൂപ. ഫുൾ ലോണ് മാക്സിമം നോക്കാം. ഈക്കോ ഒക്കെ യൂട്ടിലിറ്റി വെഹിക്കിൾ അതിനെ കൊണ്ട് ഒരു 75-80% ലോൺ കാണാറുള്ളത്. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ ഫുൾ ലോൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഈക്കോ കൂടെ അല്ലേ അവിടെ? അത് കൊടുത്തതാണോ? ഒരു ഈക്കോ കൂടെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2018 മോഡൽ ടിയാഗോ. 2018 മോഡൽ ടിയാഗോ XT വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ ഓടി. 3.25 ലക്ഷം രൂപ ഫുൾ ലോൺ. 3.5 വരെ ലോൺ കയറുന്ന വണ്ടിയാണ്. കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി നമുക്ക് 2022 HT എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് എന്നുള്ള ഒരു ബേസിക് ഫീച്ചർ കിട്ടുന്നുണ്ടാവും. ഹർമന്റെ തന്നെ മ്യൂസിക് സിസ്റ്റം ആണ് വരിക. മ്യൂസിക് സിസ്റ്റം ഹർമൻ ആണ് അതിൽ വരിക. ഹർമൻ ST. അതെ, എല്ലാ വണ്ടിയിലും ഹർമൻ തന്നെ. ഞാൻ അത് പേര് കൊടുത്തിട്ടില്ലെന്നോ. 2013 മോഡൽ അമേസ് ഡീസൽ. 2.25 ലക്ഷം രൂപ. അമേസ് ഡീസൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണോ? അതെ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ്. 13 മോഡൽ. വേരിയന്റ് ഏതാ? SMT ആണോ VMT ആണോ? ഇത് SMT എന്നുള്ള AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. 20ന്റെ പുറത്തും 20 റേഞ്ചിലൊക്കെ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. 2.25 റേറ്റ് ചോദിച്ചിട്ടുള്ളത്. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫുൾ ലോൺ വണ്ടി. ഓക്കെ, അടുത്തത് 2014 മോഡൽ ഡിസയർ VXI. 3,30,000 രൂപ. 14 ഡിസയർ VXI. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 97,000.
കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഒന്നുമില്ല. ഇത് ഗോപ്രോന്റെ മൗണ്ട് ആണല്ലോ. ഗോപ്രോന്റെ മൗണ്ട് 2011 മോഡൽ വെറിറ്റോ ഡീസൽ. ഒറ്റ മിനിറ്റ്, ലോൺ പറഞ്ഞിട്ടില്ല. ലോൺ ഫുൾ ഓൺ. ഓക്കെ, അടുത്തത് 11 മോഡൽ വെറിറ്റോ 1,20,20,000 രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ് ലോഗൻ വെറിറ്റോ, മഹീന്ദ്ര വെറിറ്റോ. ഇത് മൈലേജ് 20 മേളിൽ 20-25 കിട്ടുന്നതാണ്. അധികം ടാക്സിയിലാണ് കാണുന്നത്. മഹീന്ദ്രയും റിനോയും തമ്മിലുള്ള കൊളാബറേഷനിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അടുത്ത 2006 മോഡൽ സ്വിഫ്റ്റ് വിഎക്സ്. ഒറ്റ മിനിറ്റ്, ഇത് കിലോമീറ്റർ 1 ലക്ഷം മേളിലോടി 1,20,000 രൂപ വില. 2011 വണ്ടി. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. ഓക്കെ, അടുത്തത് ഇത് 2015 മോഡൽ ജാസ് മാനുവൽ SV MT ആണ് വേരിയന്റ്. പെട്രോളില് 1.2 ലിറ്റർ എഞ്ചിൻ, 13-15 റേഞ്ചിൽ ഡീസന്റ് ആയിട്ട് മൈലേജും കിട്ടുന്നുണ്ട്. ഹോണ്ടയുടെ വെൽ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അനസ്ക, ജാസ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 60,000. 4 ലക്ഷം രൂപ ഫുൾ. 2017 16 ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആയിരിക്കും ജാസിലേക്ക് വരുന്ന ഫീച്ചേഴ്സ് ആയിട്ട്. ബാക്ക് വൈപ്പർ ഡിഫോഗർ ഒന്നും വരുന്നില്ല. അടുത്ത വേരിയന്റിൽ വരുന്നുള്ളൂ. നമുക്ക് 2016 മോഡൽ മൈക്രോ. അതിന് റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ, മൈക്രോ CVT 2016 മോഡൽ. HVയിലാണോ CVT വരുന്നത്? അതെ, HV എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ്റെ അകത്ത് CVT ഗിയർ ബോക്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ, എയർ ബാഗ്സ് ഓട്ടോമാറ്റിക് ആണ്. 4.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. CVT ഓട്ടോമാറ്റിക് 16 മോഡൽ. ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടികളുടെ ഒരു അടിപൊളി കളക്ഷൻ തന്നെ ഉണ്ടല്ലേ? ഒരുപാട് വണ്ടിയുണ്ട്. ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ് ഒക്കെ നമുക്ക് ന്യൂ ജനറേഷൻ മൈക്രോയിലേക്ക് വരുന്നതിന് കാണാൻ പറ്റുന്നുണ്ടോ? കിലോമീറ്റർ എത്ര ഓടിയിട്ടാണ് അനസ്ക? 30,000. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. 21 മോഡൽ ടിയാഗോ XE ബേസ് മോഡലാണ്. കാണാത്തൊരു വെറൈറ്റി കളറും കൂടിയാണ്. ബേസ് മോഡൽ അതിനെ കൊണ്ട് നമുക്ക് AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. റൂഫ് റെയില് ഇതിന്റെ കൂടെ വരുന്നല്ലേ, എക്സ്ട്രാ ചെയ്തല്ലേ? അതെ. എയർ ബാഗ് ഡേവല് വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോസ് ഒന്നിലും തന്നെ വരുന്നുണ്ടാവില്ല. ഇന്റീരിയർ നൈസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് 1.2 ലിറ്റർ റെവട്രോൺ എഞ്ചിൻ, 13-15 റേഞ്ചിൽ മൈലേജ് ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. BS6 വരുന്ന ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ആണ്. അനസ്ക, റേറ്റ് എത്രയാ പറഞ്ഞേ? 4,25,000 രൂപ. 4,25,000. ഓക്കെ, അടുത്ത 2022 മോഡൽ ഓൾട്ടോ 800 14,000 കിലോമീറ്റർ ഓടിക്കണം. ഇപ്പൊ നിലവിൽ ഓൾട്ടോ 800 നിർത്തിയിട്ടുണ്ട്. ഓൾട്ടോ 800 VXI BSI എന്ന് പറയുന്ന നേരം നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ, AC പോർഷൻ, ഫ്രണ്ട് ഡൂഡോർ. 4 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 4 ലക്ഷം രൂപക്ക് 2022 മോഡൽ ഓൾട്ടോ 800 VXI. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ടാവും, സെൻട്രൽ ലോക്ക് വരുന്നുണ്ടാവും. ഇത്രയായിരിക്കും VXIയിലേക്ക് വരുന്നുള്ള വില വ്യത്യാസത്തിന് മെയിൻ ഉള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഷേപ്പിലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ലോൺ ഫുൾ ഓൺ. അടുത്ത 2013 മോഡൽ സെയിൽ നമുക്ക് വെറും 1,25,000 രൂപക്ക് ഫുൾ. 2013 മോഡൽ സെയിലാണ് 1,25,000. LT ആണ്. 1.2 ലിറ്റർ പെട്രോൾ. മെയിൻ്റനൻസ് കുറവാണ്. ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ടാവും. എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ AC ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC അല്ല, പക്ഷേ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് ഒരു എല്ലോയ്സ് നിയോന്റെ അത് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റേറ്റ് എത്ര ചെയ്യുന്നത്? 1,25,000 രൂപ. ഫുൾ ലോൺ ഇല്ല. 2010 മോഡൽ LTZ ക്രൂസ് 2 ലക്ഷം രൂപ. LTZ 2010 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൂഫ് ഉൾപ്പെടെ വരുന്ന അന്നത്തെ മൾട്ടി ടർബോജെറ്റ്, ലോ ബഡ്ജറ്റ് ടർബോജെറ്റ് എന്നാണ് ക്രൂസിന് ശരിക്കും പറയുന്നുണ്ടാവുക. 2 ലിറ്റർ അല്ല എഞ്ചിൻ വരുന്നത്. ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടോ, സൺറൂഫ് വരുന്നുണ്ട്, OE alloy വീൽസ്, AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ടാവും. അപ്പോൾ നിലവിൽ ഇതിന് ഇൻജക്ടർ, ടർബോ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി സൺറൂഫ് വർക്കിംഗ് ആണോ? വർക്കിംഗ് ആണ്. ഓക്കെ, അടുത്തത് ഇയോണ് ഡിലൈറ്റ് ആണ്. K46 ചാവക്കാട് രജിസ്ട്രേഷൻ ആണ്. 1,25,000 രൂപയ്ക്ക് 2012 മോഡൽ ഇയോൺ. താൻ നേരത്തെ അവിടെ ചോദിച്ചല്ലോ എന്താണ് പൈസ കൂടി. 2013 മോഡൽ ഇയോൺ ആണ്. 1,25,000 രൂപയ്ക്ക്. യെസ്, ഓക്കെ. 70,000 രൂപക്ക് വാഗണർ. താൻ ഇനി പൈസ കൂടുതലാന്ന് പറഞ്ഞല്ലോ. 13 മോഡൽ. ഞാൻ നല്ലപോലെ വെയിലിനെ കൊണ്ട് വറുത്ത് പോകുന്നുണ്ട്. നിങ്ങളും കൂടെ വറക്കരുത്. കുറച്ചുകൂടി സ്പീഡാക്കി പോയാൽ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ. 800 cc ഇയോണാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അനസ്ക 13 ഇയോൺ 1.25 റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോൺ വേണ്ടി 1.25 കൊടുക്കാം നമുക്ക്. 1.25 കൊടുക്കാലോ. 1.40 റേഞ്ചിൽ ലോൺ കയറുന്നതാണ്. ചോദിക്കേണ്ട ഒരു കാര്യം, കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 80 ഒക്കെയാണ് തോന്നണേ. ഏകദേശം രൂപരേഖ. അടുത്ത 2021 മോഡൽ കിഡ് 800 cc വരുന്ന കിഡ്
വേരിയന്റ് ഏതാ അത്? RXL. ഇത് RX T അത്. ആ T ആണ്. ഫേസ് ലിഫ്റ്റ് ചെയ്ത പുതിയ വണ്ടി. ന്യൂ ഫേസ് ലിഫ്റ്റഡ്. ഓക്കെ. 3,40,000 കൊടുക്കാം. ഡീലർ ബാഗ് ഒക്കെ വരുന്നുണ്ടാവും അല്ലേ? കിലോമീറ്റർ എത്ര ഉണ്ട്? കിലോമീറ്റർ 20,000. ഇല്ല, 45,000. 45,000. സോറി, വണ്ടി ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ. ഒത്തിരി വണ്ടി ഉണ്ടല്ലോ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഓക്കെ, അടുത്ത് 2018 മോഡൽ സ്വിഫ്റ്റ് VXi. സ്വിഫ്റ്റ് VXi എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. പെട്രോൾ അല്ലേ അല്ലെ ഡീസലോ? പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ന്യൂ ഷേപ്പ് സ്വിഫ്റ്റിലേക്ക് ഏകദേശം 18-20 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന പെട്രോൾ സ്വിഫ്റ്റ്. ബാക്ക് സെൻസേഴ്സ് വരുന്നില്ല. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് അനസ്ക? കിലോമീറ്റർ 60,000. 60,000 കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. 2018 സ്വിഫ്റ്റ് VXi റേറ്റ് 5,40,000 കൊടുക്കാം. 5,40,000 റേറ്റ്. മാക്സിമം ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. പുതിയ സ്വിഫ്റ്റ് VXiക്ക് ഏകദേശം 8 സംതിങ് റേറ്റ് വരുന്നുണ്ട്. അടുത്ത ഏതാണ് അനസ്ക? അടുത്ത നമുക്ക് ഇതേ ഇങ്ങോട്ടേക്ക് പോലെ വാ. അടുത്തത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ്. 19-20 സ്വിഫ്റ്റ് 570. 570 മാനുവൽ ആണോ പെട്രോൾ ആണോ? മാനുവൽ. പെട്രോൾ. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? സോറി, വെയിലത്തൊന്ന് പുകഞ്ഞു ചെയ്താൽ. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടോ? അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 70,000. 70,000. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 20. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യണം. വീഡിയോയിൽ കാണിച്ച വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. നിങ്ങൾക്ക് അനസ്കനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവർ കോൺടാക്ട് നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.